റെസ്യൂമിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ബയോഡേറ്റ എന്ന പേരിൽ ഒരു ഷീറ്റിൽ കോളം വരച്ച് പേരും മേൽവിലാസവും വിദ്യാഭ്യാസവും തൊഴിൽ പരിചയവും ഒക്കെ എഴുതുന്നു. ഇതാണ് നമ്മുടെ രീതി. ഒരു റെസ്യൂമിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ഉദ്യോഗാർത്ഥിയെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ചിത്രം എംപ്ലോയറിന് നൽകുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂവിന് അവസരം ലഭിക്കുക. അതുകൊണ്ട് തന്നെ തൊഴിലിനായുള്ള അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റെസ്യൂം. ഉള്ളടക്കത്തിലും കാഴ്ചയിലും അത് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതായിരിക്കണം. ഒരു നല്ല റെസ്യൂം എഴുതുക എന്നത് ഒരു കലയാണ്. ഒരു നല്ല ചിത്രം രചിക്കുന്നത് പോലെ, മനോഹരമായ ഒരു കാവ്യം രചിക്കുന്നത് പോലെ സ്ഥലപരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒരു ചിത്രം വരച്ചു കാട്ടുക. അതൊരു വെല്ലുവിളിയാണ്. റെസ്യൂം സൃഷ്ടിയെ മനോഹരമായ ഒരു ശില്പസൃഷ്ടിയോട് ഉപമിക്കാം. വായനക്കാരൻ്റെ മനസ്സിൽ ചലനം സൃഷ്ടിക്കുന്നതിനായി സന്ദർഭത്തിനും സാഹചര്യത്തിനും യോജിച്ച തലക്കെട്ടുകളും വാക്കുകളും കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം. പഴകിയ വെള്ളിയാഭരണത്തെ മിനുക്കുന്നതിനോട് ഉപമിക്കാം. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വിലമതിക്കാനാവാത്ത വെളിച്ചത്തെ അനാവരണം ചെയ്യുന്നതുപോലെ ഒരു വ്യക്തിയിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ അനാവരണം ചെയ്യുകയാണ്. അഴുക്കുപിടിച്ച ഒരു നിലക്കണ്ണാടി വൃത്തിയാക്കുന്നതിനോട് ഉപമിക്കാം. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വീക്ഷണകോണിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ വെളിച്ചം പകർന്നു തരുന്നു. സങ്കീർണതകൾ നിറഞ്ഞ ഒരു കാർട്ടൂൺ ചിത്രത്തോട് ഉപമിക്കാം. ചെറിയ ചെറിയ വാക്കുകളിൽ നിങ്ങളെക്കുറിച്ചൊരു ചിത്രം തീർക്കുന്നു. നിങ്ങളുടെ സംരക്ഷിക്കപ്പെടാത്ത യഥാർത്ഥ സൗന്ദര്യം അനാവരണം ചെയ്യുന്ന മനോഹരമായ ഒരു ഫോട്ടോഗ്രാഫിനോട് ഉപമിക്കാം. ഒരു എംപ്ലോയർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിവരങ്ങളും നൽകുന്നതിനൊപ്പം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുന്നതിലൂടെ ചിത്രം പൂർണ്ണമാകുന്നു. ഒരു തൊഴിൽ അന്വേഷണം പൂർണ്ണമാകണമെങ്കിൽ ആദ്യം ഏത് ജോലിയാണ് നോക്കുന്നത് എന്ന് തീരുമാനിക്കും. എവിടെയൊക്കെ അന്വേഷിക്കണം, ഇൻ്റർവ്യൂവിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഇവയ്ക്ക് ഉത്തരം കാണുക. തൊഴിൽ അന്വേഷണത്തിനായുള്ള പദ്ധതിക്ക് പൂർണ്ണ രൂപം നൽകുക. അവസാനമായി ഫോൺ വിളികൾ, മീറ്റിങ്ങുകൾ ഇവ വേണ്ടിടത്ത് സമയാസമയങ്ങളിൽ ചെയ്യുക.